ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഏവർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് ഏബൽ മാത്യു വർഗീസ്. ഞാൻ തിരുവല്ല വേങ്ങാൽശാലെ മർത്തോമ ഇടവകയിലെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയാണ്. എനിക്ക് വീണ്ടും ഇങ്ങനെ ഒരു അവസരം തന്ന സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററോടും CSSM ഭാരവാഹികളോടും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാന ചിന്തയിലേക്ക് കടക്കാം. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാവം എസ്ര 7-ാം അധ്യായം 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അനുക്കുമനിറഞ്ഞതുമായ ഞങ്ങൾ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, അല്പസമയം തന്നെ ഇരിക്കട്ടെ. നിന്റെ വചനം കൊണ്ട് ശക്തീകരിക്കണമേ. സകലം യേശുവിന്റെ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. എസ്ര പുസ്തകം 7-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു. എസ്രായുടെ ഒരു അധികാര പത്രമാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജെറുസലേമിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്ന സകല യഹൂദരെയും കൊണ്ടുപോകാൻ എസ്രായ്ക്ക് അനുവാദം ലഭിച്ചു. ഇസ്രായേലിന്റെ ദൈവം നൽകിയ നിയമം അനുസരിച്ചാണോ യഹൂദർ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കാനുള്ള അധികാരം എസ്രായ്ക്ക് ലഭിച്ചു. വിജാതീയ സ്ത്രീകളുമായ യഹൂദരുടെ വിവാഹം ഇസ്രായേലിന്റെ നിയമത്തിന് വിരുദ്ധമാക്കിയാൽ വിജാതീയ വിവാഹങ്ങൾ വേർപെടുത്തുക എന്നത് എസ്രായുടെ നടപടികളിൽ ശ്രദ്ധ പതിഞ്ഞ ഒരു വിഷയം തന്നെയായിരുന്നു. ശേഷിപ്പുള്ള വെള്ളിയും പൊന്നും കൊണ്ട് ചെയ്യുവാൻ നിനക്കും നിന്റെ സഹോദരന്മാർക്കും യുക്തമെന്ന് തോന്നുന്നത് പോലെ നിങ്ങൾക്കും ദൈവത്തിന് പ്രസാദമാകും വണ്ണം ചെയ്തു കൊള്ളുവീൻ എന്ന് രാജാവ് പറയത്തക്ക വിധം സ്വഭാവദാർഢ്യമുള്ള ഒരു മനുഷ്യനാണ് എസ്ര എന്ന് രാജാവിന് ആത്മവിശ്വാസമുണ്ടായിരുന്നു. ദൈവത്തിന്റെ ഓരോ ദാസന്മാരും അവരിൽ വിജയാധികർക്ക് പോലും ആത്മവിശ്വാസം ഉണ്ടാക്കാത്ത വണ്ണം സാമ്പത്തിക നിഷ്കളയുള്ളവരായിരുന്നു. രാജാവ് യഹൂദന്മാർക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടും എസ്ര അതിന്റെ എല്ലാ മഹത്വവും ദൈവത്തിനായിരുന്നു നൽകുന്ന കാര്യത്തിൽ രാജാവ് ശ്രദ്ധാലുവായിരുന്നു. രാജാവിന്റെ മനസ്സിൽ ആ ദയാപൂർണമായ ചിന്തകൾ ഇട്ടത് ദൈവമായിരുന്നു. ദൈവജനത്തെ ബാബിലോണിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനുള്ള മഹത്വം ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിലും എസ്ര തുല്യമായി ശ്രദ്ധ ചെലുത്തി. അതുപോലെ നാമും ദൈവസന്നിധിയിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.